ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായി അരിഞ്ഞത്, പുളിവെള്ളം, അതുപോലെ തന്നെ കടുക്, ചെറിയ ജീരകം, ഉലുവ ഇവ വറുത്തത്, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി ഇവയെല്ലാം തന്നെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ബെല്ലപ്പാവും കൂടി ഉണ്ട്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുക. എപ്പോഴും അച്ചാറിന് എള്ളെണ്ണ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാം. ഒരു സ്പൂൺ കടുക് ഇടുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ ആഡ് ചെയ്യുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്യുക. ആ എണ്ണയിൽ കിടന്ന് തന്നെ അത് നല്ലോണം വഴറ്റണം. ഇതെല്ലാം തന്നെ വഴറ്റി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. പിന്നെ കാശ്മീരി മുളക് പൊടി, ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പുളിവെള്ളം ആഡ് ചെയ്യണം. ഇത് തിള വന്നതോടുകൂടി നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ, ചെറിയ ജീരകം, കടുക് ഇവ മൂന്നും പൊടിച്ചത് അതിലേക്ക് ചേർത്തിടണം. ഇത് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനുമാണ് ചേർക്കുന്നത്. നമ്മൾ അച്ചാർ പൊടിക്ക് പകരമാണ് ഈ മൂന്നും ചേർക്കുന്നത്. ഒരു സ്പൂൺ കായപ്പൊടി, ലാസ്റ്റ് നമ്മുടെ ബെല്ലപ്പാവും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ആഡ് ചെയ്യണം. അച്ചാറായതുകൊണ്ട് തന്നെ നല്ല ഉപ്പ് അതിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൽ 2 അച്ചി ബെല്ലമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് മധുരം കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. അതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നല്ല തിള വരുന്നുണ്ട്. ചൂടാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി അച്ചാർ ഇവിടെ റെഡി. അച്ചാർ പൊടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.